Let us start from Ephesians chapter 1. എഫീസിയർ എഴുതിയ ലേഖനം 1 നിന്ന് നമുക്ക് പ്രാരംഭിക്കാം. Everybody has to read this scripture. ഇത് ഈ വചനം എല്ലാവരും വായിക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു 10-22 വാക്യങ്ങളായിട്ടേ ഉള്ളൂ. Okay, display that. In English you get more clarity than Malayalam, but still you can understand. ഇംഗ്ലീഷിൽ വളരെ അധികം നീറ്റ് എഴുതിയത് കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ സുഖമാണ്. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. Okay, this letter is only for the believers. ഇത് വിശ്വാസികൾക്കുള്ളത് മാത്രമേ ഉള്ളൂ ഈ ലെറ്റർ. Okay, read on. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും Blessed be the God and Father of our Lord Jesus Christ, who hath blessed us. Who hath blessed us with all spiritual blessings in heavenly places in Christ, means you are already blessed. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Who hath blessed? ദൈവം നമ്മളെ അനുഗ്രഹിച്ചതാൽ നമ്മൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Spiritually you are blessed. ആത്മീകമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ. If you are spiritually blessed, നമ്മൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടാൽ automatically financially you will be blessed. അങ്ങനെയാണെങ്കിൽ ഭൗതികമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Hallelujah. Hallelujah. Because spiritual is more important than physical. എന്താണെന്ന് വെച്ചാൽ ആത്മീയം ഈ ഭൗതികത്തിനേക്കാളും കൂടുതൽ ആണ്. Hallelujah. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മൾ next. Just as he chose us in him before the foundation of the world. ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന്റെ മുമ്പേ തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Hallelujah. That we would be holy and blameless before him in love. Okay, read on. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. Hallelujah. He predestined us to adoption as sons. Wait. നിങ്ങൾ മക്കളാകുന്നതിന് മുമ്പേ, നിങ്ങൾ അറിയുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ മക്കളാക്കിയെന്നാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷേ predestined, കണ്ടോ, as to adoption as sons and daughters. Neighborsum slaves അല്ല, sons and daughters. Okay. Through Jesus Christ to himself. Those who are watching us on YouTube, God bless you with this super message. Yeah. According to the God's good pleasure of his will. Okay, read on. തിരഞ്ഞെടുക്കുകയും തിരുഹൃദയത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. In him we have redemption through his blood. അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. What do you mean by salvation? എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ? Salvation, you tell me, what is salvation? നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ എന്താണ് Or മനസ്സിലായിരിക്കുന്നത്? what you got through salvation? നമുക്ക് എന്താണ് ഈ രക്ഷിക്കപ്പെടുന്ന മുഖാന്തരം കിട്ടിയിരിക്കുന്നത്? First of all, what is salvation? ആദ്യമായിട്ട് എന്താണ് രക്ഷിക്കപ്പെടുക? Second one is what you got through salvation. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് അതിന് മുഖേന കിട്ടിയത്? So salvation, that's what. First you got redemption. ഒന്ന് നമ്മൾക്ക് വീണ്ടെടുപ്പ് കിട്ടി. Hallelujah. Hallelujah. Redemption means he bought you back with a price. വില കൊടുത്ത് അവൻ വാങ്ങി. Okay, redemption through his blood. The forgiveness of our wrongdoings. Whatever the mistake we committed, we got forgiveness of through salvation. We got redemption and forgiveness for our sins. നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ക്ഷമ ലഭിച്ചു. According to his riches of his grace. Okay, next. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. And in all wisdom and insight. Okay. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം he made known to us the mystery of his will according to his good pleasure which he set forth in him. Oh,
ഇവിടൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്നത്. He made known to us the mystery of his will. He made known to us. He made known to us the mystery of his will. What is his will? That's a mystery which he made known to us. But we do not know still. But Bible says for the Ephesian church, he said, he made known to us the mystery of his will according to his good pleasure which he set forth in him. Okay, read on. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കേണ്ടതിന് എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ടുകൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പ് കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. In him you also, after listening to the message of truth, the gospel of your salvation, having also believed, you are sealed in him with the Holy Spirit of the promise. Okay, read on. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുമുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള Ever since I first heard of your strong faith in the Lord Jesus and your love for God's people everywhere, I have not stopped thanking God for you. I pray for you constantly, asking God, the glorious Father of our Lord Jesus Christ, to give you spiritual wisdom and insight so that you might grow in your knowledge of God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും. Paul is praying. He said, I am asking God, that means I am praying, the glorious Father of our Lord Jesus Christ, to give you spiritual wisdom and insight so that you might grow in your knowledge of God. When you get the insight of God, you might grow in the knowledge of God. നമുക്ക് ഉൾക്കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നോളജ് നമുക്ക് വളരാം. I pray that your heart will be flooded with the light so that you can understand the confident hope he has given to those who call his holy people, who are his rich and glorious inheritance. നിങ്ങൾക്ക് കർത്താവിലുള്ള ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം കവിഞ്ഞൊഴുകുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. I also pray that you will understand the incredible greatness of God's power for us. ഞാൻ പ്രാർത്ഥിക്കുന്നത്, I also pray that you will understand, നിങ്ങളകത്ത് ദൈവം നിറച്ചിരിക്കുന്ന ആത്മാവിന്റെ ശക്തി എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായിട്ടില്ല? പൗലോസ് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, I pray that your heart will be flooded with light. നിങ്ങളുടെ ഹൃദയം പ്രകാശം കൊണ്ട് നിറഞ്ഞു കവിയട്ടെ. അത് അങ്ങനെ വന്നാൽ, നിങ്ങളുടെ ഇരുട്ട് മാറിയാൽ, you understand the confident hope he has given to those who called. വിളിച്ചവർക്ക് അവനുള്ള പ്രത്യാശ വ്യക്തമായി മനസ്സിലാകുമെന്ന്. His holy people who are his rich and glorious inheritance. I also pray that you will understand the incredible greatness of God's power for us who believe in him. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് അവർ പ്രാപിച്ചിരിക്കുന്ന ശക്തി എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാപിച്ച ശക്തി എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുത്തേണ്ടവനെ ഇരുത്തും. അതുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കരുതെന്ന് ശത്രു ആഗ്രഹിക്കുന്നു. Hallelujah. See, you celebrate Easter, you celebrate Christmas, you celebrate whatever it is. നിങ്ങൾ ഈസ്റ്ററോ ക്രിസ്മസോ എന്ത് വേണം നിങ്ങൾ ആഘോഷിച്ചോ. Satan is least bothered about this celebration. അതൊരു വിഷയമേ അല്ല. This is after all a celebration. ഇത് വെറും ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ. But he doesn't want you to know the truth of this
ഈ ഈസ്റ്ററിനെ കുറിച്ചോ ക്രിസ്മസിനെ കുറിച്ചോ ഉള്ള സത്യം മനസ്സിലാക്കുന്നത് അവന് താല്പര്യമില്ല. Hallelujah. Hallelujah. In the world, wherever there are Christians, they are celebrating today resurrection of Christ. ലോകത്തിലുള്ള എല്ലാ മാനവരാശിയും എല്ലാ ക്രിസ്ത്യാനികളും ആഘോഷിക്കുന്നത് ഈസ്റ്റർ ആണ്, But യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. most of the Christians, they don't believe that he raised for them. പക്ഷേ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നില്ല യേശു അവർക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതാണെന്ന്. And some Christians, they believe that he raised so that I too will rise. He raised from the dead so that through his resurrection I too get the resurrection power. പക്ഷേ ചിലവർ വിശ്വസിക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് യേശുവിന്റെ ശക്തി മുഖേന ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്ന്. So what is the gospel? അപ്പോൾ സുവിശേഷം എന്താണ്? Gospel means salvation for your spirit. സുവിശേഷം എന്ന് പറയുന്നത് സത്വർത്തമാന നമ്മളുടെ ആത്മീയത. I do agree that. ഞാൻ അത് വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. If you believe in Jesus Christ, നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ you will have eternal life. There is no doubt about it. നമുക്ക് നിത്യജീവൻ ഉണ്ടാകും. And your sins are forgiven. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. And you are the righteous of the living God. നമ്മൾ ദൈവത്തിന്റെ നീതിയായി മാറും. Hallelujah. 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 And you are blessed and you will have an eternal, not only the life but eternal hope. നമ്മൾക്ക് അനുഗ്രഹം മാത്രമല്ല നമുക്ക് hope ഉണ്ടാകും. He carried your sickness, he carried your curses. നമ്മുടെ രോഗവും ശാപവും അവൻ വഹിച്ചു. He died for your transgression, he died for your iniquity. നമ്മുടെ പാപങ്ങൾക്കും ഒക്കെയും യേശു മരിച്ചു. ലംഘനങ്ങൾക്കും നിങ്ങളുടെ അകൃത്യങ്ങൾക്കും നിങ്ങളുടെ പാപങ്ങൾക്കും യേശു കർത്താവ് മരിച്ചു. ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നു. So that all Abrahamic blessings are yours. I do agree with that. ഇതെല്ലാം വിശ്വസിച്ചാൽ എല്ലാ അബ്രഹാമിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടേതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. He carried your poverty also so that you can become rich. നമ്മുടെ പോവർട്ടി എല്ലാം കൂടി യേശു വഹിച്ചു. Through his death and resurrection you got all Abrahamic blessings. യേശുവിന്റെ മരണവും പിന്നെ പുനരുദ്ധാനം കൊണ്ട് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ കിട്ടി. So every Christian, they believe that Jesus is coming back. എല്ലാ ക്രൈസ്തവ ജനങ്ങളും വിശ്വസിക്കുന്നത് യേശുവിന്റെ വീണ്ടും വരവുണ്ടെന്ന്. To take us back to heaven. നമ്മളെ തിരിച്ചു സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ. I do agree, one day we'll go with him. ഞാനും അത് വിശ്വസിക്കുന്നു. ഒരു ദിവസം നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പോകും. There is no doubt about it. അതിൽ ഒരു സംശയവുമില്ല. But today's message is more than that. പക്ഷേ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരിയാണ്. There is a different dimension for that. അതിൽ ഒരു ഡിഫറെന്റ് ഡൈമെൻഷൻ തന്നെ ഉണ്ട്. And there is an ascension today. ഇന്ന് ഒരു Ascension today from the dimension. ഇന്ന് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട് ഈ ഡൈമെൻഷനിൽ. Hallelujah. സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഒരു ഉയർച്ചയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. Hallelujah. ഈ ഡൈമെൻഷനിൽ നിന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട്. ആ ഉയർച്ച എന്ന് പറയുന്നത് വെറും നിന്റെ ആത്മാവിന്റെ സാൽവേഷനെ കുറിച്ചല്ല, നിനക്ക് വലിയൊരു പൊസിഷൻ ദൈവം ഒരുക്കിയിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടാണ്. God has provided a wonderful provision and position for you. ദൈവം ഒരു വലിയ പദ്ധതിയാണ് ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. Hallelujah. Hallelujah. Read on that. Complete that chapter. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനായവന്റെ നിറവായിരിക്കുന്ന which is his body. Okay, 21, 22, 23 once again. 21, 22, 23. Far above all rules and authority, power and dominion and every title that can be given not only in the present age but also in the one to come. Now he is far above any ruler or authority or power or leader or anything else, not only in this world but also in the world to come. God has put all things under the authority of Christ and has made him head over all things for the benefit of the church. And the church is his body. It is made full and complete by Christ who fills all things everywhere with himself. Now, അടുത്ത ചാപ്റ്റർ 2. അതിക്രമങ്ങളാലും പാപങ്ങളാലും അതിന്റെ 5-ാമത്തെ. That even though we were dead because of our sins,
He gave us life, that He raised Christ from the dead. It is only by God's grace that you have been saved. മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. ഒന്ന്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Hallelujah. Hallelujah. That even though we were dead because of our sins, പാപം കൊണ്ട് നമ്മൾ മരിച്ചു എന്നുള്ളത് സത്യമാണ്. He gave us life. പക്ഷേ യേശു കർത്താവ് വന്നു തന്നെ താൻ മരിച്ചതല്ല, തൻ്റെ ജീവൻ നമുക്ക് തരാനുള്ള ഒരു പദ്ധതിയായിരുന്നു ക്രൂശിൽ നടന്നത്. Hallelujah. Jesus gave us His life. യേശു അവന്റെ ജീവനാണ് നമുക്ക് തന്നത്. Hallelujah. Hallelujah. That is Zoe life. അതാണ് Zoe life എന്ന് That പറയുന്നത്. even though we were dead because of our sins, He gave us life when He raised Christ from the dead. നമ്മൾ മരിച്ചവരായിരുന്നു, പക്ഷെ അവന്റെ ജീവനാണ് നമുക്ക് തന്നത്. For He raised us from the dead along with Christ. നമ്മൾ മരിച്ചവരിൽ നിന്നും ദൈവം ഉയർപ്പിച്ചു, along with Christ, യേശുവിനെ കൂടെ, and seated us with Him in the heavenly realms. എന്നിട്ട് അവനോട് കൂടെ നമ്മളെ സ്വർഗ്ഗത്തിൽ ഇരുത്തി. ഇന്ന് നീ ഇരിക്കുന്നത് യേശുവിനോട് കൂടെയാണ് ഇരിക്കുന്നത്. Hallelujah. That is your position. That's what I said. Ascension from the dimension. അതാണ് ascension from the dimension. ഉയർച്ച, ഈ ഡൈമെൻഷനിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. Hallelujah. That's what Satan doesn't want you to. He never wants you to know this truth, your position. സാത്താന് നിങ്ങളുടെ പദ്ധതി എന്താന്നുള്ളത്, നിങ്ങളുടെ എവിടെയാണ് ദൈവം എത്തിയിരിക്കുന്നത് മനസ്സിലാകാതിരിക്കുന്നതാണ് അവന്റെ ഒരു എയിം. Including even the born again Christians, they believe that salvation means going with Jesus. രക്ഷിക്കപ്പെട്ട ജനങ്ങളും വിചാരിക്കുന്നത് യേശുവിനോട് കൂടെ പോകാം. That is eternal life and blessings and so and so. അതാണ് നിത്യജീവൻ അല്ലെങ്കിൽ അനുഗ്രഹം, ഇതേ ഉള്ളവർ വിശ്വസിക്കുന്നത്. But Paul said it is more than that. പക്ഷെ പൗലോസ് പറയുന്നത് ഇതിനേക്കാൾ ഉപരിയുള്ളതാണ്. Jesus died, യേശു മരിച്ചു, buried, അടക്കപ്പെട്ടു, raised, ഉയർത്തെഴുന്നേറ്റു, and He is seated with God, Father. ഇപ്പോൾ ദൈവത്തിന്റെ പിതാവിന്റെ കൂടെ ഇരിക്കുകയാണ്. Hallelujah. Hallelujah. But that seated in the sense, ആ ഇരിക്കുക എന്ന് പറഞ്ഞാൽ He is sitting where He is sitting. എവിടെയാണ് യേശു He is ഇരിക്കുന്നത്? sitting with His Father, right hand of His യേശു Father. ഇരിക്കുന്നത് തന്റെ പിതാവിന്റെ വലതുഭാഗത്തിൽ. So Paul said until He sat with His Father, the salvation was not completed. പൗലോസ് പറയുന്നത് യേശു തന്റെ പിതാവിന്റെ വലതുഭാഗത്തിൽ ഇരിക്കുന്നവരെയും രക്ഷിക്കപ്പെടൽ നടന്നിട്ടില്ല എന്ന്. Hallelujah. Hallelujah. So when He is sitting, you are sitting along with Him. യേശു ഇരിക്കുമ്പോൾ നാമം അവന്റെ കൂടെ ഇരിക്കുക. That is your spiritual position. അതാണ് ആത്മീകമായിരിക്കുന്ന പൊസിഷൻ നമ്മുടേത്. Hallelujah. That is your spiritual position. അതാണ് നമ്മുടെ ആത്മീയ നിലവാരം. That is your spiritual position. ആത്മീയ നിലവാരം. So, as you know, 1 Corinthians chapter 16 verses 9. 1 Corinthians 16:9. 1 Corinthians 16 verses 9. 1 Corinthians 16 verses 9. എനിക്കും വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. Because a great door for effective work has opened to me, and there are many who oppose me. Even though there are so many hindrances, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലും still God opened a door for me. എന്നാലും ദൈവം എനിക്കൊരു വലിയ കതവ് തുറന്നിരിക്കുകയാണ്. For effective work for the gospel. സുവിശേഷത്തിന് വേണ്ടി എഫക്റ്റീവ് ആയിരിക്കുവാൻ വേണ്ടി. This is He meant for Ephesus church. ഇത് എഫേസ്യ സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. Hallelujah. Hallelujah. Because Ephesus church, it was very hard to teach them the real revelation. എഫേസ്യ സഭകൾക്ക് വളരെ പ്രയാസമായിരുന്നു ഈ കൊടുത്ത വെളിപ്പാടിനെ പറഞ്ഞു കൊടുക്കുവാൻ. Satan tried his level best സാത്താൻ ഒരുപാട് ശ്രമിച്ചു to prevent Paul to enter Ephesus. പോള് എഫെസസിൽ കേറുവാൻ വേണ്ടി ഒരുപാട് അവിടെ എത്താതിരിക്കുവാൻ ശ്രമിച്ചു. See, you are coming from far places to the church. നിങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരുണ്ട്. And pastors like us, നമ്മളെ പോലുള്ള ശുശ്രൂഷകന്മാർ, cracking jokes, നമ്മള് തമാശ പറയുക, telling some stories, എന്തെങ്കിലും കഥ പറഞ്ഞു വിടുക. and you are
going back with as you came. എന്നിട്ട് സഭയ്ക്ക് വന്നതുപോലെ തന്നെ തിരിച്ചു മടങ്ങി അതേ വിഷമത്തോടെ മടങ്ങി പോവുക. You are happy, Satan also very happy. നിങ്ങൾക്ക് സന്തോഷം, കഥ കേട്ട കാര്യം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം, സാത്താനും സന്തോഷം. So if you are going as a pastor to the Ephesian church, Satan is least bothered. നിങ്ങൾ പാസ്റ്ററായിട്ട് എഫേസ്യ ചർച്ചിലേക്ക് പോവുകയാണെങ്കിൽ സാത്താൻ ഒരു പ്രശ്നവും ഇല്ല. So Satan said anybody can come to Ephesus. സാത്താൻ പറഞ്ഞു എഫേസസിലേക്ക് ആര് വേണം വന്നോളാം, കുഴപ്പമില്ല. But Paul, you don't come. പക്ഷേ പൗലോസേ നീ വരരുത്. Because if you come, നീ വന്നാൽ you come with the revelation. നീ വന്നാൽ വെളിപ്പാടിനോടെയാണ് വരുന്നത്. When you come, you will give the revelation. നീ വന്നു കഴിഞ്ഞാൽ നീ വെളിപ്പാട് എന്താന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. When you come to this church, നീ സഭയിലേക്ക് വരുമ്പോൾ you drop the revelation. നീ വന്ന് ഇവിടെ വെളിപ്പാടിനെ You ഇടും. drop the revelation. ഇവിടെ വെളിപ്പാടിനെ ഇടും. And through the revelation, എന്നിട്ട് വെളിപ്പാട് മുഖേന these people get the knowledge. ഈ ജനത്തിന് അറിവുണ്ടാകും. These people get the wisdom. ഇവർക്ക് നല്ല തെളിവുണ്ടാകും. These people get the knowledge that who they are in Christ. ഇവർക്ക് നല്ല അറിവുണ്ടാകും യേശു ക്രിസ്തുവിൽ ഇവർ ആരാണെന്നുള്ളത്. That I don't want them to know it. എനിക്ക് അത് അവർ അറിയേണ്ട ആവശ്യമില്ല. So Satan tried his level best അതുകൊണ്ട് സാത്താൻ ഒരുപാട് ശ്രമിച്ചു to oppose Paul not to enter to Ephesus. പൗലോസ് എഫെസോസിലേക്ക് കേറാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. And Paul was praying. പൗലോസ് ഒരുപാട് പ്രാർത്ഥിച്ചു. Finally God heard his prayer. അവസാനം ദൈവം പൗലോസിന്റെ പ്രാർത്ഥന കേട്ടു. And God opened a wide door. ദൈവം ഒരു വലിയ വിശാലമായുള്ള കതക് God തുറന്നു. opened a wide door. വിശാലമായുള്ള വഴി തുറന്നു. And through that Paul could go to that city. വഴിയിലൂടെ പൗലോസ് ആ സഭയിലേക്ക് And കേറാനിടയായി. he taught them the revelation. പൗലോസ് അവിടെ ഈ റെവലേഷനെ വെളിപ്പാടിനെ കുറിച്ച് പറഞ്ഞു. He educated the church. ആ സഭയെ ഒരുപാട് പഠിപ്പിച്ചു. So because of that teaching, പഠിപ്പിച്ചതിന്റെ കാരണം in കൊണ്ട് that early church, ആ സഭ the Ephesian church was the best church. എഫേസ്യർ സഭയാണ് ഏറ്റവും നല്ല സഭ. Because of the revelation he dropped, വെളിപ്പാട് കൊണ്ട് പൗലോസ് അവിടെ അവരെ and പഠിപ്പിച്ചു. these people started activating the power of God. അവിടെ എഫേസ്യർ സഭ ദൈവത്തിന്റെ പവർ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. And that's the reason Paul said everything. അതുകൊണ്ടാണ് പൗലോസ് അവിടെ എല്ലാം പറഞ്ഞത്. You should know your position in Christ. നിങ്ങളുടെ സ്ഥാനം എന്താണെന്നുള്ളത്, ക്രിസ്തു യേശുവിൽ എന്താണ് സ്ഥാനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. You are not an ordinary one. നിങ്ങൾ സാധാരണമായ ഒരു മനുഷ്യനല്ല. You have the fullness of God. നിങ്ങൾക്ക് ദൈവികത്വത്തിന്റെ സകല ഫുൾനെസ് ഉണ്ട്. You have the position. നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഉണ്ട്. Your salvation is not only for the eternal life. നിങ്ങളുടെ ഫൗണ്ടേഷൻ വെറും നിത്യജീവന് വേണ്ടിയുള്ളത് മാത്രമല്ല. Jesus did not come to only give you the eternal life. യേശു വന്നത് നിത്യജീവൻ കൊടുക്കുവാൻ മാത്രമല്ല. He came to give you the restoration. വീണ്ടും തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി. Restoration in the sense, whatever you lost through Adam, you got it everything through Jesus. ആദാമിലൂടെ നീ എന്തൊക്കെ നഷ്ടപ്പെട്ടോ യേശു മുഖേന എല്ലാം നിനക്ക് തിരിച്ചെടുക്കുവാൻ. You got the reigning authority. നിനക്ക് ഭരിക്കുവാനുള്ള ശക്തി. Authority you got it. നിനക്ക് ഭരിക്കുവാനുള്ള അതോറിറ്റി കിട്ടി. You got the power. നിനക്ക് പവർ കിട്ടി, ശക്തി. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. To the Ephesian church, Satan tried his level best to block his ways. പൗലോസിനെ എഫേസ്യർ സഭയ്ക്ക് എത്താതിരിക്കുവാൻ ഒരുപാട് തടസ്സങ്ങൾ ഇട്ടു. Let anybody come to this church. വേറെ ആര് വേണം വന്നോട്ടെ. Let anybody come to Kerala. ആര് വേണം കേരളത്തോട്ട് Let വന്നോട്ടെ. them crack any jokes, no problem. അവർ എന്ത് തമാശ വേണം പറഞ്ഞോട്ടെ. But it is very hard to crack this ground. പക്ഷേ ഈ ഗ്രൗണ്ടിനെ അതിനെ പൊളിക്കാൻ വേണ്ടി വളരെ പ്രയാസമുണ്ട്. And God said, Paul, you go. ദൈവം പറഞ്ഞു പൗലോസേ നീ പോ. Hallelujah. Hallelujah. Paul went there പൗലോസ് അവിടെ പോയി and revealed their identity. എന്നിട്ട് അവരെ ക്രിസ്തുവിൽ ആരാണെന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. You are in marvelous light now. നിങ്ങൾ ഇപ്പോൾ മാർവലസ് ലൈറ്റിലാണ്. God is revealing your identity. ദൈവം ഇവിടെ നിങ്ങൾ ആരാണെന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. That is Easter. That is the Easter sermon. അതാണ് സത്യസഭ. For the Easter there is a purpose. ഈസ്റ്റർക്ക് ഒരു വലിയ പദ്ധതി ഉണ്ട്. Easter there is a purpose for this Easter. വലിയ ഒരു പർപ്പസ് ഉണ്ട് ഈസ്റ്ററിന് Not വേണ്ടിയിട്ട്. for you to eat egg or white or yellow, I don't know. ഈസ്റ്റർ എഗ് തിന്നാനുള്ള ദിവസമല്ല ഈ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. Easter celebration meaningful when you know your identity in Christ. ഈസ്റ്റർ ആഘോഷിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. You should know your position in Christ. നിങ്ങളുടെ പദവി ക്രിസ്തുവിൽ ആരാണെന്ന് You മനസ്സിലാക്കുമ്പോഴാണ്. are not an ordinary one. നിങ്ങൾ സാധാരണമായുള്ള മനുഷ്യരല്ല. Paul said you are seated with Christ. പൗലോസ് പറഞ്ഞു നീ ക്രിസ്തു യേശുവിന്റെ കൂടെ ഇരിക്കുകയാണ്. You are seated with Christ. നിങ്ങൾ യേശുവിന്റെ കൂടെ ഇരിക്കുക. You are like just like Jesus. നിങ്ങൾ യേശുവിനെ പോലെ തന്നെ. You can walk like Jesus. നിങ്ങൾക്ക് യേശുവിനെ പോലെ You can നടക്കാൻ talk പറ്റും. like Jesus. നിങ്ങൾക്ക്
വർത്തമാനം You can പറയുന്നു. act like Jesus. നിങ്ങൾക്ക് യേശുവിനെ പോലെ The നടക്കാം. same position, you got it back through him. യേശുവിനെ പോലെ തന്നെ ഇരിക്കുവാൻ തക്കവണ്ണം വീണ്ടും അത് Finally, Marvelous Light Church got a revelation Marvelous Light Churchന് കിട്ടിയിരിക്കുന്നത് of the വെളിപ്പാടാണ്. finished work of Christ. എല്ലാം നിവർത്തിയായത്. Of the finished work of Christ. കർത്താവിന്റെ നിവർത്തിയായ വർക്ക്, ആ ഒരു റെവലേഷൻ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുത്തേണ്ടവന് ഇരുത്തേണ്ടവിടത്ത് ഇരുത്തുവാൻ ഇതുവരെ even though Ephesus was a hard place, Ephesus was a hard place, എഫെസസ് ഒരു വലിയ പ്രയാസഘട്ടമായിരിക്കുന്ന സ്ഥലമാണ്. shut down and shut off for the gospel. സുവിശേഷത്തിന് വേണ്ടി എല്ലാം അടയ്ക്കപ്പെട്ട സ്ഥലമായിരുന്നു. You preach the simple gospel, no issues. നിങ്ങൾ സാധാരണമായ ഒരു സുവിശേഷം പറഞ്ഞോ, കുഴപ്പമില്ല. Simple gospel, there is no issue. സാധാരണമായി യേശു വന്നു, യേശു മരിച്ചു, But if you are coming with the revelation, പക്ഷേ വെളിപ്പാട് കൊടുക്കത്ത് religion will oppose. എന്താണെന്ന് വെച്ചാല് ഈ റിലീജിയൻ അപ്പോസ് ചെയ്യും. Religion will oppose. റിലീജിയൻ അതിനെ അപ്പോസ് ചെയ്യും. Tradition will oppose. Denomination will oppose. Hallelujah. Hallelujah. Because revelation and religions never go in hand. ഈ വെളിപ്പാടും റിലീജിയനും ഒരുമിച്ച് പോകത്തില്ല. Hallelujah. Hallelujah. So one of the hardest place എഫെസോസ് ഒരു വലിയ പ്രയാസമായിരിക്കുന്ന സ്ഥലമാണ്. for the breakthrough, that is Ephesus. ബ്രേക്ക് ത്രൂക്ക് വേണ്ടിയിട്ട്. But Paul said a wide door is opened. പക്ഷേ പൗലോസ് പറഞ്ഞു ഒരു വലിയ വിശാലമായുള്ള കതക് തുറന്നിരിക്കുകയാണ്. Hallelujah. 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 So now the revelation goes to the Ephesian church. ഇപ്പോൾ വെളിപ്പാട് എഫെസോസ് സഭയ്ക്ക് പോകുന്നു. And Paul taught them who they are in Christ. പൗലോസ് പറഞ്ഞു കൊടുത്തു അവർ ക്രിസ്തുവിൽ ആരാണെന്ന്. That's what I said. It is very hard for them to crack, but broke open the door for the gospel. It was hard to crack, but broke open the doors for the gospel. Hallelujah. So why Satan tried to keep Paul out of Ephesus? പൗലോസിനെ എന്തുകൊണ്ടാണ് എഫെസസിലേക്ക് വരാതെ ഇരിക്കുവാൻ ശ്രമിച്ചത്? Because I said it is because he may drop the revelation. എന്താണെന്ന് വെച്ചാൽ പൗലോസ് എഫെസസ് സഭയ്ക്ക് വന്നു കഴിഞ്ഞാൽ വെളിപ്പാട് പറഞ്ഞു കൊടുക്കും. So that the church shifted from resurrection to the ascension. അതുകൊണ്ട് സഭ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്നും മേലോട്ട് കയറി. Hallelujah. 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 Only resurrection, if you believe, there is no issues. വെറും ഉയർത്തെഴുന്നേറ്റത് വിശ്വസിച്ചാൽ മാത്രം But after that there is an ascension. പക്ഷെ അതിലൊരു അസെൻഷൻ ഉണ്ട്. Hallelujah. After the resurrection there is an ascension where Jesus seated with his Father. ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയി യേശുവിന്റെ പിതാവിനോട് പോയി ഇരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. Hallelujah. Until that happened, that means eating with the Father, the salvation was not completed. പിതാവിന്റെ അടുത്ത് ഇരിക്കുന്ന വരെയും പിന്നെ ഈ സാൽവേഷൻ കംപ്ലീറ്റഡ് അല്ല. Hallelujah. Hallelujah. So Ephesians chapter 1 verses 15 says, after I heard of the faith in the Lord Jesus. After I heard of it, for this reason, I heard about your faith in the Lord Jesus and your love for all the saints. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് കണ്ടോ. So he said, I pray for you, you don't stop there. ഇവിടെ വെച്ച് നീ നിൽക്കല്ലേ, നിനക്ക് അടുത്തൊരു ലെവലിലേക്ക് പോകണം. നീ ഇവിടെ വെച്ച് നിൽക്കാൻ പോകുകയല്ല, നീ ഇവിടെ വെച്ച് നിൽക്കാൻ പോകുകയല്ലേ, നീ അടുത്തൊരു ലെവലിലേക്ക് പോകുകയാണ്. Hallelujah. ഇവിടെ കൊണ്ട് നിൽക്കല്ലേ, നിനക്ക് അടുത്തൊരു പൊസിഷനിലേക്ക് പോകണം. എത്ര കാലമാണ് നീ ഒരു വിശ്വാസിയായി തീരാൻ പോകുന്നത്? നിനക്ക് അടുത്തൊരു ലെവലുണ്ട്, നിനക്ക് അടുത്തൊരു ലെവലുണ്ട്, നിനക്ക് അടുത്തൊരു ലെവലുണ്ട്, നിനക്ക് അടുത്തൊരു പൊസിഷനുണ്ട്, ഒരു അടുത്തൊരു ഡയമെൻഷൻ ഉണ്ട്, അടുത്തൊരു അസെൻഷൻ ഉണ്ട്. There is an another ascension from this dimension. കൈകളടിച്ച ദൈവത്തെ സ്തുതിച്ചേ. You don't stop at just being saved. നീ രക്ഷിക്കപ്പെട്ടിട്ട് പാട്ടുപാടി ഇരിക്കാനല്ല, രക്ഷിക്കപ്പെട്ടിട്ട് മുന്നോട്ട് പോകാനാണ്. അനേക സഭകൾ ഇത് പഠിപ്പിക്കുന്നില്ല. You don't stop at just being saved. അനേകർ രക്ഷിക്കപ്പെട്ട അതേ സ്ഥലത്ത് ഇരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടത് അവിടെ ഇരിക്കാനല്ല, രക്ഷിക്കപ്പെട്ടത് നിനക്ക് ഫംഗ്ഷൻ ചെയ്യുവാനാണ്. ഫംഗ്ഷൻ ചെയ്യും. To function you need the revelation. To function for him you need the revelation. അതുകൊണ്ട്
അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടത് പല പല പുതിയ പാട്ടുകൾ എഴുതാനും പുതിയ പാട്ടുകൾ പാടാനും ആമേൻ സമയത്തിന് ചർച്ചിന് വരാനും ദശാംശം ഇടാനും അല്ല നീ രക്ഷിക്കപ്പെട്ടത്. നീ രക്ഷിക്കപ്പെട്ടത് കർത്താവിനോട് കൂടെ നിന്നിട്ട് കർത്താവ് ചെയ്തതുപോലെ ചെയ്തെടുക്കുവാനാണ് നീ രക്ഷിക്കപ്പെട്ടത്. അതിൻ്റെ പേരാണ് ഈസ്റ്റർ. ആമേൻ. യേശു കർത്താവിൻ്റെ ഉയർച്ച നിനക്ക് ഇരുത്തേണ്ട സ്ഥലത്ത് നിന്നെ ഇരുത്തുവാനായിരുന്നു. ആ പൊസിഷനിൽ ഇരുന്നാൽ മാത്രമേ നിനക്ക് ഫങ്ഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അതുകൊണ്ട് പല വിശ്വാസികളും ഇന്ന് ശത്രുവിനെ കാണുമ്പോൾ പേടിക്കുന്നതും വിറയ്ക്കുന്നതിന്റെ കാരണം അവർക്ക് റെവലേഷൻ ഇല്ലാതെ പോയി. Salvation is not the completion of your Christ's life, but it is an initiation to the dimension. നീ രക്ഷിക്കപ്പെട്ടത് കംപ്ലീഷൻ അല്ല, ഇറ്റ് ഈസ് ആൻ ഇനീഷിയേഷൻ. ആമേൻ. നീ രക്ഷിക്കപ്പെട്ടത് സാൽവേഷൻ കംപ്ലീഷൻ അല്ല, സാൽവേഷൻ ആരംഭമാണ്. നീ രക്ഷിക്കപ്പെട്ടത് ആരംഭമാണ്, അവസാനമല്ല. നിന്റെ രക്ഷ പരിപൂർണമല്ല, നിന്റെ രക്ഷ ആരംഭമാണ്. യെസ്. After salvation, with hand in hand with God, you have to work to understand what, who, why, where to function with God. You should know who you are in Christ. You should know why you are on this earth. You should know what is in you, how to function, where to function, why to function. This is happened only after your salvation. Without your salvation, you do not know anything. That's what Satan tried his level best to, to prevent Paul not to enter to Ephesus. But he prayed and God opened a wide door so that he can drop the revelation. And these people got the revelation and they raised from their seat. They knew that salvation is just a beginning. It is just an initiation for the purpose fulfilled life. Hey, you should not be satisfied to be saved. ഇവിടെ കൊണ്ട് നീ സാറ്റിസ്ഫൈഡ് ആകരുത്. Because Jesus did not die to get me into heaven. Of course we will go. പക്ഷേ ഞാൻ സ്വർഗത്തിൽ ചെല്ലാനല്ല യേശു കർത്താവ് മരിച്ചത്. അതിന് അടുത്തൊരു ഡയമെൻഷൻ ഉണ്ട്, അടുത്തൊരു ഡയമെൻഷൻ. ഇതാരും അറിയരുതെന്ന് ശത്രു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കുരിശെടുത്തിട്ട് അവിടെ പോകുന്നു, കുരിശെടുത്ത് ഇവിടെ പോകുന്നു, ശാപപ്പെട്ടിരുത്ത് ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു. ഒരുപാട് സെറമണീസും റിച്വൽസും അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുവിനൊരു വിഷയമില്ല. പക്ഷെ ഇതുപോലൊരു വെളിപ്പാട് നിനക്ക് കിട്ടുന്നത് അവൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹാകൃപയാൽ ആമേൻ മേനോ നിന്റെ മേൽ ആമേൻ ആമേൻ റെവലേഷന്റെ മഴ പെയ്യുകയാണ്. നിനക്ക് വിശ്വസിച്ചാൽ നീ ഏറ്റെടുത്തോ. ഇവിടെ കൊണ്ട് ആരും നീ രക്ഷിക്കപ്പെട്ടത് ഒരു ഭാഗത്ത് ഇരിക്കാനല്ല, ആമേൻ നിന്റെ പ്രശ്നങ്ങൾ തീർക്കാനല്ല, ആമേൻ ശത്രുവിനോട് നേരിട്ട് നിൽക്കുവാനാണ്. ആമേൻ നീ രക്ഷിക്കപ്പെട്ടത് ആമേൻ നിന്റെ അകത്ത് എന്തൊന്നോ ദൈവം നിറച്ചത് കണ്ടിട്ട് ആമേൻ ശത്രുവിനെ നേരിട്ട് ഡീൽ ചെയ്യുവാൻ ദൈവം നിന്നെ രക്ഷയിലേക്ക് നയിച്ചു. അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ശത്രു എന്താണെന്ന് എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് ജാതികൾ ആഗ്രഹിക്കുമ്പോൾ നോക്കുമ്പോഴും നിന്നെ വിളിച്ചത് ആമേൻ ഇന്നത്തെ പകൽക്കാലം ശത്രു നിനക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാനല്ല. ആമേൻ ഇന്ന് പകൽക്കാലം നിന്റെ പേര് അവനൊരു പേടി സ്വപ്നമാകട്ടെ. വെളിപ്പാട് കിട്ടിയവനെ ആമേൻ ശത്രുവിനൊരു ഭയമാകട്ടെ. ഇന്ന് രാവിലെ ആമേൻ നീ അവൻ എന്ത് ചെയ്യുമെന്നാണ് അവൻ ചിന്തിക്കുന്നത്, അവൻ എന്ത് ചെയ്യുമെന്നാണ് ജാതികൾ ചിന്തിക്കുമ്പോൾ നീ ഇന്ന് പകൽക്കാലം എന്താണ് അവനെതിരെ ചെയ്യാൻ പോകുന്നത്? കാരണം നിനക്ക് നിന്റെ പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ഇരിക്കുന്ന സ്ഥലം നിന്നെ ഇരുത്തി, അവൻ ഇരിക്കുന്നിടത്ത് നിന്നെ ഇരുത്തി ആ ഒരു പൊസിഷനിലേക്കാണ് നിരീക്ഷിക്കപ്പെട്ടത്. ഈ ഒരു പൊസിഷനിലേക്കാണ് നിരീക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രു നിന്റെ കാൽ കീഴിലാണ്. അവന് കൊടുക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് ഈ ഷൂ തന്നെയാണ്. യേശുവിന്റെ നാമത്തിൽ അനേകർ വിറയ്ക്കുമ്പോൾ ഈ വെളിപ്പാട് നിനക്ക് മനസ്സിലാകണം. ആമേൻ നിനക്ക് ഇത് മനസ്സിലാകാതിരിക്കാൻ ആമേൻ ഇവിടെ വാതിൽ അത് എനിക്കല്ല തടഞ്ഞത്, നിനക്കാണ് വാതിൽ തടഞ്ഞത്. ദൈവം നിനക്കൊരു വലിയ വാതിൽ തുറന്നു തന്നു. വൈഡ് ഡോർ ഈസ് ഓപ്പൺ ഫോർ യു ടു ഗെറ്റ് ദ ട്രൂത്ത്, to get the revelation. Once you get the revelation, you will walk like a master, not as a slave. Once you get the revelation, you will walk like a master. Hallelujah. More than conquer in Jesus' name. You are here to do the knowledge. You are here to get the knowledge. You are here to get the revelation. Woo! You are sitting with the heavenly places. You are sitting with your heavenly spiritual chair. You are sitting in the spiritual chair. Yes.
That means, which means through salvation, He has invited me into a dimension in a living higher life. Through salvation, because of your salvation, you got an invitation for an higher life. രക്ഷിക്കപ്പെട്ട ഒറ്റക്കാരനെ കൊണ്ട് നിനക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട് ആ ഹയർ ലൈഫിൽ ജീവിക്കാൻ. ഹയർ ലൈഫിൽ നീ നിന്റെ ലെവലിൽ താണാ ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെ ജീവിക്കാനല്ല, ഒരു ഹയർ ലൈഫിൽ ജീവിക്കാനാ. അതിനാ റിസറക്ഷൻ പവർ നിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. Now do you have a resurrection power in you. Resurrection power in you like Jesus. You have a resurrection power. You have a resurrection power. That's what Bible says. One who is in me is greater than one who is in the world. You are not a normal one. You are a superman by His power, by His revelation. Woo! Redemption, I do agree. Forgiveness, I do agree. Through this, I become the righteous of the living God. I am an overcomer, more than conqueror. I have the sonship. With the power I have, authority I have. But today's message is more than that. Another dimension. You are supposed to live in another dimension, ascending to the next level in a higher life. So through salvation, you got an invitation. You got an invitation today to come for a higher life. You are a slave to things, and you are no more a sinner, but now you have a sonship. Sonship. That's what you need, the presence. You need the presence because you have the sonship. You are the son. Without the presence of God, you cannot activate the power. So God gave you the presence. If you do not know the meaning of your life, there is no point in living in the presence also. Hallelujah. Hallelujah. Major shift is going to happen in your life. Major shift is going to happen in your life. നിന്റെ ജീവിതത്തിൽ വലിയൊരു മേജർ ഷിഫ്റ്റ് നടക്കാൻ പോകുക. ആരൊക്കെ ഇത് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. X or Y, I don't care. But your salvation is complete only when you shift. Conditional change and positional change. Conditional change and positional change. I am saved to be seated with Him. I am saved to be seated with Him. I am saved to be seated with Him. Salvation is to restore your position. Restore your position.